2019 നടന്ന ഓണപരീക്ഷാ ചോദ്യങ്ങളാണ് ക്ലാസ് 2 ഇന്റഗ്രേഷൻ. ഇതിൽ ആദ്യത്തെ ചോദ്യം EVSുമായി ബന്ധപ്പെട്ട് വരുന്നു. നാട്ടിലെ തൊഴിലുകൾ എന്ന് പറഞ്ഞ് നൽകിയിട്ടുണ്ട്. കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആവശ്യമായി വരുന്ന തൊഴിലുകളുടെ പേരുകൾ കണ്ടെത്തി വട്ടത്തിലാക്കുക. അപ്പൊ ഇവിടെ വ്യത്യസ്ത തൊഴിലുകൾ നൽകിയിട്ടുണ്ട്. ഇപ്പൊ തയ്യൽ, ഒരു വീട് നിർമ്മാണം, ഒരു കെട്ടിടം നിർമ്മിക്കാൻ തയ്യൽ പണി ആവശ്യമുണ്ടോ? ഇല്ല. അപ്പൊ അത് വരുമോ? ഇല്ല. അത് വട്ടത്തിലാക്കേണ്ട കാര്യമില്ല. എഞ്ചിനീയറിംഗ് വേണം, മരപ്പണി വേണം, വാച്ച് റിപ്പയറിംഗ് വേണോ? വേണ്ട. അപ്പൊ തൊഴിലുകളെ എന്ത് ചെയ്യാൻ കുട്ടികൾ കൂട്ടമാക്കുകയാണ് വേണ്ടുന്നത്. തൊഴിലുകളെ കൂട്ടങ്ങളാക്കുക, ഓരോ തൊഴിലുമായി ബന്ധപ്പെട്ട വ്യക്തികളെ മനസ്സിലാക്കുക, നമ്മുടെ ചുറ്റുമുള്ള സാമ്പത്തിക പ്രവർത്തനങ്ങളെ തിരിച്ചറിയുക തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിന്റെ ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് വരുന്നത്, LO ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നെൽകൃഷിയുമായി ബന്ധപ്പെട്ട 2 തൊഴിലുകളുടെ പേരെഴുതുക. അപ്പൊ 2ാം ക്ലാസ്സിലെ ഒരു കുട്ടിയോട് നെൽകൃഷിയുമായി ബന്ധപ്പെട്ട 2 തൊഴിലുകൾ എന്ന് പറയുമ്പോൾ, ഒന്ന് കർഷകൻ, അത് നെൽകൃഷിയുമായി നേരിട്ട് ബന്ധപ്പെട്ടതാണ്. കൃഷി എന്ന് പറയുന്ന ഒരു വാക്ക് അവന്റെ മനസ്സിൽ തീർച്ചയായും ഉണ്ടാവും. അതിനോടൊപ്പം ഒരു ട്രാക്ടർ തൊഴിലാളി അല്ലെങ്കിൽ ട്രാക്ടർ ഡ്രൈവർ ഉണ്ടെങ്കിൽ അദ്ദേഹവും ഏതുമായിട്ട് ബന്ധപ്പെട്ടതാ? നെൽകൃഷിയുമായി ബന്ധപ്പെട്ട വ്യക്തി തന്നെയാണ്. വളക്കച്ചവടക്കാരൻ, വളം, അപ്പോ അതും നെൽകൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിൽ തന്നെയാണ്. ചുമടെടുപ്പുകാരൻ അല്ലെങ്കിൽ കൊയ്യാൻ വരുന്ന വ്യക്തി, ഇതും എന്ത് തന്നെയാണ്? നെൽകൃഷിയുമായി ബന്ധപ്പെട്ട തൊഴിൽ തന്നെയാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കാൻ ഈ ഒരു പ്രവർത്തനം ഉപയോഗിക്കാം. ഇനി 2015 ചോദ്യങ്ങളാണ് ഈ നൽകിയിട്ടുള്ളത്. ഇവിടെ വ്യത്യസ്തമായ തൊഴിലുകൾ നൽകിയിട്ടുണ്ട്. തൊഴിലുകളുടെ പേരുകൾ എഴുതുക എന്നുള്ള ചോദ്യമായിരുന്നു നൽകിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഇതിന്റെ ലിങ്ക്, ഈ ക്ലാസിന്റെ പൂർണ്ണമായിട്ടുള്ള ലിങ്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ചെക്ക് ചെയ്യുക. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിവരങ്ങൾ അവിടെ പറയുന്നുണ്ട്. തൊഴിലുകൾ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും തൊഴിലുകളുടെ ഒരു ആക്ടിവിറ്റി കാർഡും, കുട്ടികൾക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി കാർഡും ഇവിടെ പറയുന്നുണ്ട്. തൊട്ടടുത്ത ചോദ്യം, അതും EVS സയൻസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. മുറികളും ഉപയോഗങ്ങളുമാണ്. ഇവിടെ അടുക്കള എന്ന് പറഞ്ഞ അടുക്കള നൽകിയിട്ടുണ്ട്. ഇവിടെ കിടപ്പ് മുറി നൽകിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് അടുക്കള ഉപയോഗിക്കുന്നത്? പാചകം ചെയ്യുന്നതിന് വേണ്ടിയാണ് അടുക്കള ഉപയോഗിക്കുന്നത്. കിടപ്പുമുറി ആണെങ്കിലോ വിശ്രമിക്കാൻ അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് വേണ്ടിയാണ് കിടപ്പുമുറി ഉപയോഗിക്കുന്നത്. ശുചിമുറി ഉപയോഗിക്കുന്നത് പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിനും അതിനോടൊപ്പം കുളിക്കുന്നതിനുമാണ് ശുചിമുറി ഉപയോഗിക്കുന്നത്. വീടിന് എന്തിനാണ് ജനലുകളും വാതിലുകളും? നമ്മുടെ ക്ലാസ്സിൽ വന്നാൽ ജനൽ തുറന്നിടാറുണ്ട്. എന്തിനു വേണ്ടിയാ ജനൽ തുറന്നിടുന്നത്? നമുക്ക് കാറ്റ് കിട്ടാൻ, വെളിച്ചം കിട്ടാൻ. അപ്പം കാറ്റും വെളിച്ചവും കടക്കാൻ വേണ്ടിയാണ് ജനലുള്ളത്. വാതിൽ എന്തിനു വേണ്ടിയാണ്? വീടിനകത്തേക്കും പുറത്തേക്കും പോകാൻ, അതായത് ആളുകൾക്ക് പ്രവേശിക്കാൻ വേണ്ടിയാണ് വാതിലുകൾ ഉള്ളത്. ഇത് 5ാമത്തെ യൂണിറ്റ് ആണ്. ഇംഗ്ലീഷില് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഹൂ ഈസ് അവർ നെയ്ബർ എന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കും. നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതിന്റെ ടോപ്പിക് വൈസ് നമ്മൾ ഓണപരീക്ഷയ്ക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു ചിത്രം കണ്ടു കഴിഞ്ഞാൽ അത് ഏത് മുറിയാണ് എന്ന് കണ്ടെത്തണം. ആ മുറിയിൽ എന്തൊക്കെ ഉപകരണങ്ങളുണ്ട് എന്ന് കണ്ടെത്തണം. ഇപ്പൊ ഇവിടെ അടുപ്പുണ്ട്. ആ അടുപ്പ് ബെഡ്റൂം ആണോ? അല്ല, അത് കിച്ചൺ ആണ്. ഇവിടെ സോപ്പുണ്ട്, കപ്പുണ്ട്, പൈപ്പുണ്ട്. അപ്പൊ ഇതെല്ലാം കുളിമുറിയുമായി ബന്ധപ്പെട്ടതാണ്. അവിടെ TV വരുമോ? ഇല്ല. അപ്പൊ ഓരോ മുറികളും അവയുടെ ഉപയോഗങ്ങളും നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഓണപരീക്ഷയുടെ എല്ലാ ചോദ്യങ്ങളുടെയും ലിങ്കുകൾ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു പേര് വരാന്ത എന്നുള്ളതാണ്. കുട്ടിപ്പുര എന്ന ചാപ്റ്ററിൽ വരാന്ത എന്ന പദം പഠിച്ചിട്ടുണ്ട്. നമ്മുടെ വീടിന് ചുറ്റുമുള്ള നടപ്പാത അല്ലെങ്കിൽ തിണ്ണയാണ് വരാന്ത എന്ന് പറയുന്നത്. ബെഡ്റൂമിൽ എന്തൊക്കെ ഉപകരണങ്ങളുണ്ട് എന്നും പരീക്ഷയ്ക്ക് ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. 2015 ചോദിച്ചിട്ടുണ്ടായിരുന്നു. കലവറ അല്ലെങ്കിൽ സ്റ്റോർ റൂം, ഇംഗ്ലീഷിൽ സ്റ്റോർ റൂം എന്തിനു വേണ്ടിയാണ്? സാധനങ്ങൾ സംഭരിച്ചു വെക്കുന്നതിനുള്ള മുറിയാണ്. സംഭാരപ്പുര എന്നോ സൂക്ഷിപ്പ് മുറി എന്നോ പേരിൽ അറിയപ്പെടുന്നത് നമ്മുടെ സ്റ്റോർ റൂമാണ്. കലവറ.
അടുത്തൊരു ചോദ്യം മാത്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഫീൽഡ് ട്രിപ്പ് കഴിഞ്ഞ് കൂട്ടുകാർ ക്ലാസ്സിലെത്തി. ക്ലാസ്സിൽ മുത്തുകൾ ചിതറിക്കിടക്കുന്നു. അബാക്കസ് മറിഞ്ഞു വീണതാണ്. അവർ അബാക്കസിൽ മുത്തുകൾ കോർത്തു. അപ്പോ ഓരോരുത്തരും കോർത്തത് എത്ര മുത്തുകളാണ്, അതിന്റെ ടോട്ടൽ എഴുതുക എന്നുള്ളതാണ് ചോദ്യം. അബാക്കസിലെ സംഖ്യകൾ കണ്ടെത്തുക. സാവിത്രി 3 10കളും 1 1 എടുത്തു. അപ്പം 3 10 30, 30 31. 10 10കൾ ആകെ ഒരെണ്ണേ ഉള്ളൂ, ഒന്നുകൾ ഒന്നും കിട്ടിയില്ല രാജുവിന്. അപ്പൊ അവിടെ 0. ടോട്ടൽ 10. ഒരു 10 അവിടെ ഉള്ളത്. അതുപോലെ ഓരോ ചിത്രങ്ങളും നോക്കി ഓരോ ചിത്രത്തിലും എത്രയുണ്ട് എന്നുള്ള കൺസെപ്റ്റ് കൂടി മനസ്സിലാക്കുക. അബാക്കസ് ക്രമീകരിക്കാനുള്ള ഒരു ചോദ്യം പഠിച്ചു വെച്ചേക്കുക. അതിനോടൊപ്പം 10ന്റെ പാറ്റേൺ കൂടി പഠിച്ചിരിക്കുക. 10, 20, 30, 40 അങ്ങനെ എണ്ണാനുള്ള ഒരു പാറ്റേൺ കൂടി പഠിച്ചിരിക്കുക. 10 മുതൽ 100 വരെ 2ാം ക്ലാസ്സിലെ കുട്ടികൾ ആ ഒരു ഓർഡർ കൂടി പഠിച്ചിരിക്കുക. 10, 20, 30, 40 അങ്ങനെ പറഞ്ഞ് എത്ര വരെ പഠിക്കണം? 100 വരെ പഠിക്കണം. അടുത്ത ചോദ്യം, ഈ പറഞ്ഞ ഇപ്പൊ നമുക്ക് കിട്ടുന്ന സംഖ്യകളെ ചെറുതിൽ നിന്നും വലുതിലേക്ക് ക്രമീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ചെറുതിൽ നിന്നും വലുതിലേക്ക്. അപ്പൊ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വീടുകളിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമീകരിക്കാൻ അസെൻഡിങ് ഓർഡറും ഡിസെൻഡിങ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെ എക്സാമ്പിൾ ആയിട്ട് നൽകാൻ സാധിക്കും. പ്രവർത്തനം 7 സാധനങ്ങൾ വാങ്ങാമെന്ന് പറയുന്നു. ഇവിടെ ഈ ടേബിള് വായിച്ച് മനസ്സിലാക്കുകയും നന്ദന വാങ്ങിയ സാധനങ്ങളുടെ തുക കണ്ടുപിടിക്കുകയും വേണം. ഇപ്പൊ നന്ദന ഒരു ബോക്സും നോട്ട്ബുക്കുമാണ് വാങ്ങിയത്. നന്ദന ബ്രോട്ട് എ ബോക്സ് ആൻഡ് നോട്ട്ബുക്ക്. ഈ നോട്ട്ബുക്കിന്റെ വില 16 രൂപയാണെന്നും ബോക്സിന്റെ വില 22 രൂപയാണെന്നും ഈ ടേബിളിൽ നിന്ന് കുട്ടി മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അതേപോലെ ഓരോരുത്തരുടെയും സ്റ്റീഫന്റെയും ഫാത്തിമയുടെയും സാധനങ്ങളുടെ തുക എത്രയാണെന്ന് കണ്ടെത്തണം. അതിനുവേണ്ടി ഈ ടേബിള് നോക്കണം. സ്കെയിലിന്റെ വില 12 രൂപയാണ്, അപ്പം 12 എന്ന് എഴുതണം. നോട്ട്ബുക്കിന്റെ വില 16 രൂപയാണ്, അപ്പം 16 എന്ന് എഴുതണം. ആകെ ഇത് തുക കൂട്ടി എഴുതണം. അപ്പൊ ആ ഒരു രീതിയിൽ സംഖ്യകൾ കൂട്ടാനുള്ളതാണ്, അതും പരിചയപ്പെടുത്താവുന്നതാണ്. ഇന്റഗ്രേഷൻ ഡേ 2 തുടങ്ങുന്നത് മലയാളത്തിലൊരു വരികൾ പൂർത്തിയാക്കാം എന്ന് പറയുന്ന ചോദ്യത്തിൽ നിന്നായിരുന്നു. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. പാടവരമ്പിലൂടെ അരയാലിൻ കീഴിലൂടെ മാവിൻ ചോട്ടിലൂടെ നന്ദനയും കൂട്ടുകാരും സ്കൂളിലേക്ക് പോയി. അപ്പോ ഈ ഒരു ഭാഗത്ത് നിന്നാണ് നമ്മുടെ കഥ 2ാം ദിവസം തുടങ്ങുന്നത്. അപ്പോൾ അതില് പ്രവർത്തനമായിട്ട് നൽകിയിട്ടുള്ളത് വരികൾ കൂട്ടിച്ചേർക്കാമെന്ന് പറയുന്നതാണ്. ചിത്രം നോക്കുക. അതിനോടൊപ്പം വരിയിൽ ആവർത്തിക്കുന്നത് എന്താണ് എന്നുള്ളത് നോക്കുക. വരികളുടെ പ്രത്യേകത മനസ്സിലാക്കുക. അപ്പോ പാടവരമ്പിൽ തവളക്കൂട്ടം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇവിടെ തവളക്കൂട്ടം ഇവിടെ ഉണ്ട്. തൊട്ടടുത്തത് ആലിൻ മുകളിൽ കുയിലിൻ കൂട്ടമുണ്ട്. കുയിൽ ഇവിടെ ഇരിക്കുന്നത് കണ്ടു. മാങ്ങ ഉള്ളതുകൊണ്ട് ഇത് ആലാന്നൊന്നും ചോദിച്ചോളരുത്, ഇത് ആയിക്കോട്ടെ. നീ കാക്കക്കൂട്ടമായിട്ട് ഇതിനെ എടുത്താലും മതി. മാവിൻ കൊമ്പിൽ കാക്കക്കൂട്ടം കലപില കലപില കരയുന്നു, അല്ലെങ്കിൽ കലപില കലപില കൂട്ടുന്നു. അപ്പോ കാക്കയും എഴുതാം, അതിനോടൊപ്പം മാവിൻ കൊമ്പും എഴുതാം. അങ്ങനെയാണെങ്കിൽ താറാവും താറാവിന്റെ ശബ്ദവും താറാവിന്റെ സ്ഥലവും നമുക്ക് ചേർത്ത് എഴുതി അടുത്ത വരി സൂചിപ്പിച്ചൂടെ? അത് കുട്ടിക്ക് സാധ്യമാകുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പോ ഇതിലത്തെ ആനിമൽസിനെ തിരിച്ചറിയുക, ബേർഡ്സിനെ തിരിച്ചറിയുക, അവരുടെ ശബ്ദം തിരിച്ചറിയുക, അതുമായിട്ട് അനുയോജ്യമായ പദങ്ങൾ കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ഈ ഒരു പ്രവർത്തനത്തിലൂടെ നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, 2014 മുതൽ 22 വരെയുള്ള ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഓണപരീക്ഷയുമായി ബന്ധപ്പെട്ടത് നമ്മുടെ ചാനലിൽ അവൈലബിൾ